ഹോ, എന്തൊരു മാറ്റായി നാടിന് വന്നിരിക്കണേ. ഈ ജീവിതം എനിക്ക് ഇഷ്ടമായി. ഇനി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ കഴിയാൻ പോവാ, നിങ്ങളിൽ ഒരാളായി. ഞങ്ങളുടെ ഈ കഷ്ടപ്പാട് മാഷം കൂടി സഹിക്കണം. ഈ ഇല്ലായ്മയിലും വേദനയിലും ഒരു സുഖമുണ്ട് കുട്ടി. ഇതെന്താ ഈ ഓടി വരണത്? പന്നിയാണോ? ഇതാണ് ഓട്ടോറിക്ഷ. പണ്ടൊന്നും ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് വിട്, കഴിയുന്നത് കൊള്ളാം. ഇതുണ്ടോ? എന്ത് കാശേ? ഇവിടെ അതിനാണ് ഇപ്പൊ ഏറ്റവും വലിയ വില. മാസം ഒരു 10 ലക്ഷം രൂപ സംഘടിപ്പിച്ച് തരാമെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് കഴിയാം. കാറ്, ബംഗ്ലാവ്, വാട്ടർ ഫറീസ്. അയ്യോ, കാശെന്നല്ല, ഒന്നും തന്നെ പുതിയതായി സൃഷ്ടിക്കാനുള്ള കഴിവ് എനിക്കില്ല. എന്ത് എവിടെ നിന്ന് എടുത്തു തരണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഏറ്റു. ഇതിനെയാണ് ഇവിടെ മോഷണം എന്ന് പറയുന്നത് മാഷെ. എന്താ ഉണ്ണി അങ്ങനെ പറയണേ? ഇല്ലാത്തവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്നതാണ് മോഷണം. പണക്കാരനെ വഹിക്കുന്നത് പാപമല്ല. കൊള്ളാമല്ലോ മാഷെ. മാഷ് മഹാബലി സ്റ്റൈലാണോ അതോ കായംകുളം കൊച്ചുണ്ണി സ്റ്റൈലാണോ? രണ്ടുമല്ല, ചാത്തുണ്ണി സ്റ്റൈൽ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുക, അവരെല്ലാം മറന്ന് തിരിച്ച് അങ്ങോട്ട് സ്നേഹിക്കും. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. അങ്ങനെയെങ്കിൽ കുറച്ച് ഡ്രസ്സ് സംഘടിപ്പിച്ചാൽ അത്രേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ നിന്നാ മതി, ഞാൻ പോയി എടുത്തിട്ട് വരാം. അതെ, മാഷു ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. അതെന്തിനാ? ഇതൊരു പഴഞ്ച വേഷമല്ലേ? എന്നെ ആർക്കും കാണാൻ പറ്റില്ലല്ലോ, പിന്നെന്താ? എനിക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ അല്പം മനപ്രയാസമുണ്ട് മാഷെ. ഞങ്ങൾക്കല്ലാതെ വേറെ ആർക്കും മാഷെ കാണാൻ പറ്റില്ലേ? എന്നെ കണ്ടോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നവർക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം കണക്ക് തീർക്കേണ്ട ഒരു സ്ഥലമുണ്ട് മാഷെ. വാ. നില്ല എവിടേക്കാ രണ്ടുപേരും കൂടെ? എന്താ തരാനുള്ള കാശ് എന്നിട്ട് അകത്തോട്ട് കയറിയാ മതി. എന്റെ അക്കൗണ്ട് നോക്കി എത്ര തരാണ്ടെന്ന്. എത്ര തരാണ്ടെന്ന്? 710 രൂപ 60 പൈസ. ഏതാണ്ട് 300 ചില്ലുവാൻ രൂപയല്ലേ തരാനുള്ളൂ. തരാനുള്ള പൈസയും പലിശയും കൂടെ ചേർത്താ ഇത്രയായത്. പറ്റിനും പലിശയോ ചേട്ടാ? ചുമ്മാതല്ല തന്നെ എല്ലാരും ബ്ലൈഡ് കൈമെന്ന് വിളിക്കുന്നത്. ബ്ലേഡ് എന്നോ വിക്കാസ് എന്നോ എന്ത് വേണേ വിളിച്ചോട്ടെ, പ്രശ്നമില്ല. കാശടെ അല്ല എന്താ എന്തുവാ? കൊച്ചട്ടങ്ങ വന്നേ. പിന്നെ ഈ മനുഷ്യനെ വിശ്വസിക്കണം. ഇതിനകത്ത് നിങ്ങളുടെ ഈ 700 ഗുണമുണ്ട്, എനിക്കൊരു പുല്യം ചെയ്യാനില്ല. ആ കണക്കെട്ട് നോക്കട്ടെ. എന്തോ ഞാൻ കൂടെ നോക്കട്ടെ. എന്നാ നോക്ക. ചേട്ടാ 2000 രൂപയുണ്ട്. 2000? എടാ, നിന്റെ നിന്റെ തന്തയുടെ വരെ വാങ്ങിക്കാൻ ഈ കൈമ പറഞ്ഞോണ്ടല്ലോ. ഉപ്പല്ലേ ഇത്? ഉപ്പ് തന്നെ. ഇതൊക്കെ എങ്ങനെ പാക്കറ്റിലാക്കിയതിപ്പോ? സാമ്പാർ ഉപ്പും കൂടി. ഇതെന്താ ഇത്? അപ്പടി ഉപ്പാണല്ലോ. സാറിന് മാത്രമേ ഉപ്പ് കൂടുതലുള്ളല്ലോ, ബാക്കി ആർക്കും ഉപ്പില്ലല്ലോ. ഇതിനും ഉപ്പുണ്ടല്ലോ. എന്താ അവിടെ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ പരാതി ഉള്ളൂ ഉപ്പ് കൂടുതലുണ്ടെന്ന്. വേറെ കഴിച്ചു നോക്കണോ? സാറ് കഴിച്ചതിന്റെ ബാക്കി ഞാൻ കഴിക്കണോ? എടോ, താങ്കൾ മുഖാണി വിളിച്ചു. എന്താ പ്രശ്നം? സാറേ, ഇത് അപ്പടി ഉപ്പായിരിക്കും, എങ്ങനെ കഴിക്കുക? സാമ്പാറിൽ ഉപ്പാണ്. മുടി പിടിച്ചു പറിച്ചല്ലോ. ഭാര്യയും ഭർത്താവായിട്ടുള്ള പ്രശ്നമൊക്കെ വീട്ടിൽ ചെന്നിട്ട് എന്താ എന്താ കാര്യം? എന്താ എന്താ ആരും മിണ്ടാത്തെ? നാളെ മായാന്റിയുടെ ബാസ്കറ്റ് ബോൾ മാച്ച്. ഈ കളിയിൽ പങ്കെടുക്കില്ല എന്നും പറഞ്ഞ് ആന്റി കിടന്ന് കരയുവാ. എന്താ ഉണ്ടായേ? ശോശാമ ടീച്ചർ ആന്റി ടീമിന്റെ ക്യാപ്റ്റൻ ആക്കിയത് 3 കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ പണിയാണെന്ന് കള്ളം പറഞ്ഞ് നാളത്തെ കളിഞ്ഞ് ഒഴിഞ്ഞു മാറി നിൽക്കാം. പകരം എടുത്തിട്ടുള്ള 3 കുട്ടികൾക്കും ബാസ്കറ്റ് ബോൾ കളിയുടെ ABCD അറിയില്ലെന്ന് ആന്റി പറയുന്നേ. ആന്റി എവിടെ ഉണ്ട് ഇപ്പോ?
വിവരങ്ങളൊക്കെ ഇവര് പറഞ്ഞറിഞ്ഞു. 3 പേര് കാര്യവാരിയെന്ന് കരുതി അങ്ങനെ തോറ്റു പിന്മാറരുത്. ടീമിന്റെ എണ്ണം തയ്ക്കാൻ പേരിന് കുട്ടികളെ കിട്ടിയാൽ മതി. ബാക്കി കാര്യം ചാത്തുണ്ണി മാഷ ഏറ്റു. ചാത്തുണ്ണിയോ? ആ, നമ്മുടെ ഈ ഉണ്ണി മാഷെ ഞാൻ ചിലപ്പോ ചാത്തുണ്ണി ചെത്തുണ്ണി എന്നൊക്കെയാ വിളിക്കാറ്. അതെ. പിന്നെ ഉണ്ണി നല്ലൊരു ബാസ്കറ്റ്ബോൾ കോച്ചാ. കോച്ചോ? ബാസ്കറ്റ്ബോൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? കളിയാക്കണ്ട, നിങ്ങളുടെ ടീമിനെ ഞാൻ ജയിപ്പിച്ചു തന്നാലോ? ആന്റി വിഷമിക്കണ്ട, ആന്റിയുടെ ടീം ഷുവർ ആയിട്ടും ജയിക്കും. ഭ്രാന്തുണ്ടോ കുട്ടി? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിച്ച് ബാസ്കറ്റ്ബോൾ ജയിക്കാൻ പറ്റുമോ? ജയിപ്പിച്ചു തരാൻ അങ്കിൾ ഇത്ര ഉറപ്പ് പറയുമ്പോ കേക്ക്, ഇയാൾക്ക് അതിന് കഴിയില്ല എന്ന് ഞാൻ ബെറ്റ് വെക്കാം. ശരി, എന്തുണ്ട് പന്തയം? കളിയിൽ നിങ്ങളുടെ ടീം തോക്കുകയാണെങ്കിൽ ഞാൻ തലമുട്ട അടിക്കാം, ജയിക്കുകയാണെങ്കിൽ മായമുട്ട അടിക്കോ? അയ്യേ, അത് വേണോ? വേണം. എന്താ, സമ്മതിച്ചോ? ആ, സമ്മതിച്ചു. ആ, ഈ പുലിക്ക് പറഞ്ഞിരിക്കട്ടെ. തൊട്ട് കളിക്കണ്ട. വേറെ ആരുമില്ല. എന്നാലും കാണിക്കരുത്. ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് പോയിട്ട്. അയ്യോ, ഒന്നും പറയണ്ട, ഞങ്ങൾ സ്ഥലത്ത് പെട്ടുപോയി. മനസ്സിലായി ഏതാണ് സ്ഥലം ഒന്ന്. ഞാൻ എന്ത് ചെയ്യാനാ? സ്മോള്, ലാർജ്, ഡബിൾ ലാർ എന്നൊക്കെ പറഞ്ഞ് 2 ഫുൾ എടുത്തു. ഞാൻ ഒരു വിധത്തിൽ പിടിച്ചോണ്ട് വന്ന. മായയുടെ ടീം പിന്നില്ല, ഹാഫ് ടൈം ആകാറായി. എവിടെ? ഇവിടെ അല്ല, അവിടെ. ആ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? തോപ്പിക്കണം. മായയുടെ ടീമിന് തോൽപ്പിക്കണം, അത്രയല്ലേ ഉള്ളൂ. ജയിപ്പിക്കണം. എതിർ ടീമിന് ജയിപ്പിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഓ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? മായയുടെ ടീമിനെ ജയിപ്പിക്കണം. അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്, മായയുടെ ടീമിന് ജയിപ്പിക്കണമെന്ന്. ആ, ഈ കളി കലക്കോളിയാ. ആ ബാസ്കറ്റിൽ ഇട്ടു. പിന്നെ ഏതെങ്കിലും ഇട്ടാ പോരെ? രണ്ടാം പകുതി കഴിഞ്ഞാൽ ടീമിന്റെ സൈഡ് മാറും. ഇനി ഈ ബാസ്കറ്റിലാണ്. എന്താ വന്നേ? ഇതിനകത്ത് ഇട്ടിട്ട് വരാന്ന്. ടീമിന്റെ സൈഡ് മാറി, ഇനി ഇപ്പുറത്തെ ബാസ്കറ്റിലാണ് ഇടേണ്ടത്. ബാറിൽ വന്നിരുന്ന് മടാന്നടിക്കും. തനിക്കിത് ആദ്യമേ പറഞ്ഞൂടെ? എനിക്ക് കളി വശമില്ലെന്ന്. കളി വശല്ലാന്ന്. സാധനം സ്റ്റോക്ക് ചെയ്ത് വെച്ചൊക്കെ കുടിച്ചിട്ട് ഓർമ്മയുണ്ടോ? എടുക്കാൻ. അതെ, ഇതേ ഇനി ഇവന്റെ കയ്യിൽ ശരിയാവില്ല. ഞാൻ ശരിയാക്കി തരാം. ഭാര്യയെ പ്രതിയാക്കരുത് കേട്ടോ. ഇനിയുള്ള കളി നോക്ക്. അവരുടെ പോരട്ടെ പോരട്ടെ, ഈ കളിയൊന്നും പണ്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മതിയ. അപ്പോ ചാത്തുണ്ണി മാഷിന്റെ ബലത്തിലായിരുന്നു ഈ കളിയല്ല അല്ലേ? കളി ജയിച്ചതിൽ സന്തോഷമുണ്ട്, പക്ഷെ തലമുട്ട അടിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോ ചെറിയ വിഷമമുണ്ടല്ലേ? ബെറ്റും നിബന്ധനയൊക്കെ ഞാൻ അന്നേ മറന്നു. ശരിയായ രീതിയിൽ ഇനിയെങ്കിലും എന്നെ മനസ്സിലാക്കിയാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹം മാത്രമുണ്ട്. എല്ലാം അങ്ങനെ പറഞ്ഞു തീർക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഈ ദേഷ്യവും വെറുപ്പും കുറച്ചൊക്കെ ഒരു അഭിനയായിരുന്നു കൂട്ടിക്കോളൂ. കൂടുതലൊന്നും ഇപ്പൊ ചോദിക്കണ്ട. എന്തോന്നാ ഇത്ര ചോദിക്കാൻ? ഇനി ഈ സംഭവം മനസ്സിലായില്ലെങ്കിൽ ഉണ്ണികൃഷ്ണന്റെ തല ആൾ താമസമല്ലെന്ന് ഞാൻ പറയും. പിന്നെ
സംഗതിയൊക്കെ കൊള്ളാം. പോലീസ് ഡിപ്പാർട്ട്മെന്റായിട്ടാണ് കളി. ഇടി എനിക്കൂടെ വാങ്ങിച്ചു തരല്ലേ? അതെ, പോലീസും പട്ടാളം എന്നല്ല ഇവിടെ പ്രശ്നം. ഞാൻ ഇവിടെ വെച്ച കുപ്പി ഇവിടെ പോയിന്ന് നിന്നോട് ചോദിച്ചത്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് തന്നില്ലേ? എപ്പോ? ഇപ്പൊ. ആ കപ്പിന്റെ അത്രേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങി കുപ്പി. ഞാൻ ഒറ്റ വീക്ക് തന്നല്ലോ. 3, 4, 5, 6 ഒരാള് കുറവുണ്ടല്ലോ. കൊള്ളസംഘ തലവനെ വെച്ച് ബാക്കി എല്ലാരും ഉണ്ട് മാഷേ. അങ്ങേര് പിന്നെ എവിടെ പോയി? വാടാ ഇവിടെ. വാ. പുലിക്ക് സ്ഥലം കൊടുക്ക്, പുലിക്ക് സ്ഥലം കൊടുക്ക്. ഇനി പറ, എന്തിനാ അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം തരാന്ന് പറഞ്ഞില്ലേ? എന്താ വേണ്ടെന്ന് ചോദിച്ചോളൂ. ചോക്ലേറ്റ്, ഐസ്ക്രീം, വേണ്ട. പിന്നെന്താ വേണ്ടത്? ഞങ്ങൾക്കൊരു ഡാൻസ് കാണണം. അത്രേ ഉള്ളൂ. നമുക്കൊരു ഉത്സവ പറമ്പിൽ പോയി ഡാൻസ് കാണാം. അയ്യോ അങ്കിൾ, ഞങ്ങൾക്ക് ആ ഡാൻസ് അല്ല കാണേണ്ടത്. പിന്നെ നിങ്ങക്ക് എന്താ വേണ്ടത്? എന്താ വേണ്ടതെന്ന് വെച്ചാ പറഞ്ഞോളൂ. നിങ്ങൾക്ക് സിൽക്ക് സുനിതയുടെ ഡാൻസ് കാണണം. എന്റെ ഈശ്വര, സിൽക്കിന്റെ? സിൽക്കിന്റെ. അതെ, ഇന്നാള് ടിവിയിൽ സിൽക്കിന്റെ ഡാൻസ് വന്നപ്പോ കുട്ടികൾ കാണണ്ടെന്നും പറഞ്ഞ് അച്ഛൻ ടി വി ഓഫ് ചെയ്തു. അന്നേ ഞങ്ങൾ കരുതിയതാ ഞങ്ങൾക്കും. ഇത്രയൊക്കെ കേൾക്കുമ്പോ എനിക്കും കാണണമെന്നുണ്ട്.